എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്കൊരു ഹൽവ ആയാലോ? അതും നമുക്ക് ചക്ക വെച്ചിട്ടായാലോ? അതിനായി ഒരു പാൻ നമ്മൾ അടുപ്പിൽ വെച്ച് അതിൽ ലേശം നെയ്യ് ഒഴിച്ച് കുറച്ച് നട്ട്സ് അതിലേക്ക് ചെറിയ പീസായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചക്ക മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചക്ക തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ലേശം ശർക്കര കൂടി ചേർക്കാം. ചക്ക എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് നമുക്ക് ശർക്കരയും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂണ് അരിപ്പൊടി തേങ്ങാപ്പാലിൽ കലക്കി ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് പതിയെ ഇത് ഇളക്കി കൊടുത്ത് സ്റ്റൗ സിമ്മിലാക്കി വെച്ച് സാവധാനം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മധുരം ഒന്നും ബാലൻസ് ചെയ്യാൻ ലേശം ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു 1/2 സ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്കിടയ്ക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് എണ്ണ ചേർത്തും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന പരുവം ആകുന്നവരെ നന്നായിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 10-25 മിനിറ്റ് നമുക്ക് മതിയാവും ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അടിപൊളി നമ്മുടെ ചക്ക ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. എണ്ണ തടവി ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി ഒന്ന് തണുത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ തടവി ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് നോക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള ഹൽവ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒരുപാട് ചേരുവകളൊന്നും ഇതിന് വേണ്ട. നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം എപ്പോഴും കാണുന്ന സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് വീടുകളിലുള്ളവരും അല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടുന്നവരും ഒക്കെ ഇതുപോലെ ഹൽവ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ കുറേ നാൾ ഇത് കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏറെ സോഫ്റ്റും നല്ല മധുരമുള്ള ഈ ചക്ക ഹൽവ എല്ലാവർക്കും ഇഷ്ടപ്പെടും. മധുരം ഉപയോഗിക്കാത്തവർ മധുരം ഒഴിവാക്കി ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷയോടെ